നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില ചിന്തകൾ നമ്മളെല്ലാവരും ഇപ്പോൾ അധ്യാപകർ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും റീസെൻ്റ്ലി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു മാറ്ററാണ് ഇന്ത്യൻ നോളജ് സിസ്റ്റം. എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്ക്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, മറ്റു പ്രൊഫഷണൽ കോളേജിലൊക്കെ ഇങ്ങനൊരു കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ നല്ല ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയാണ്. പക്ഷെ ഇതിലെ ചില അണ്ടർ കറൻസിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഈ പ്രോജക്റ്റ് ശരിക്കും ഇനി IIT മാൻഡി ആൻഡ് IIT കാൺപൂർ ഇതിൻ്റെയൊക്കെയാണ് ഇതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. IIT ഖരഗ്പൂർ, IIT മുംബൈ, അവിടെങ്ങളും ഇതിൻ്റെ ബന്ധപ്പെട്ട റിസർച്ച് നടക്കുന്നുണ്ടെന്നാണ് പത്രങ്ങളിലൊക്കെ നമ്മൾ വായിച്ചറിഞ്ഞത്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഇതിൻ്റെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ഡീകോളനൈസിങ് ദി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. എന്താണ് ഡീകോളനൈസിങ് ദി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ ബ്രിട്ടീഷുകാരുടെ വേണ്ടിയിട്ടുള്ള ക്ലർക്കുമാരുണ്ടാക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഒരു വിദ്യാഭ്യാസ സിസ്റ്റമാണ് നമ്മുടേത്. അതിൽ നിന്നും മാറി ഈ ഡീകോളനൈസ് ചെയ്തിട്ട് നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷൻസും നമ്മളെ ഇന്ത്യൻ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ചൊക്കെ നടത്തുക എന്നുള്ള നല്ല ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇത് വേറൊരു ലെവലിലേക്ക് ഇത് മാറുന്നുണ്ട്. ഇത് പലപ്പോഴും ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മിത്തോളജിയാണ്, അങ്ങനെ ഒരു ആംഗിൾ അതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നോളജി പറഞ്ഞ റിച്വൽസാണ്. റിച്വൽസ് ടെക്നോളജിയും ഹിസ്റ്ററി മിത്തോളജിയും ഒക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഡേഞ്ചറസ്. ഇതിൻ്റെ കാരണം ഇത് മാത്രമല്ല, ഇതിന് ഉപയോഗിക്കുന്ന ഫണ്ട് IITക്ക് കൊടുക്കുന്ന ഫണ്ടാണ്. അപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് റിസർച്ചിന് ഉപയോഗിക്കപ്പെടേണ്ട ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഓരോരോ തമാശ കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് ആസ്ട്രോളജിക്കൽ ബെർത്ത് ട്രാക്ക് ഓഫ് പ്രീവിയസ് മെമ്മറീസ്, ഇങ്ങനൊരു സംഭവം. നമ്മൾ ഒരു ആസ്ട്രോളജിക്കൽ ബർത്ത് ചാർട്ട് ഉണ്ടാക്കുക. എന്തിനാണ് ഈ ബർത്ത് ചാർട്ട് ഉണ്ടാക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ ഉള്ള ആൾക്കാരോട് അവിടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്ന് അന്വേഷിച്ചറിയാം. ദിസ് ഈസ് എ ഫണ്ണി തിങ്. ഇതിന് വേണ്ടിയിട്ട് ഈ IITയുടെ ഫണ്ട് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. അപ്പോൾ ഈ ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്നുള്ള ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഇതൊക്കെ അപ്ലിഫ്റ്റ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും അത് സെല്ല് ചെയ്യാനൊക്കെ ഉള്ള ഇപ്പോൾ നമ്മളെ കോഴ്സുകളിലൊക്കെ ചെയ്യുന്ന ആ കാര്യം നല്ലതാണ്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ആസ്ട്രോളജിക്കൽ ബർത്ത് ചാർട്ടൊക്കെ ഉണ്ടാക്കി ഇപ്പോഴുള്ള ആൾക്കാരുടെ പ്രീവിയസ് ബർത്ത് എങ്ങനെയെന്നൊക്കെ. മാത്രമല്ല, ഇതിൻ്റെ മെത്തഡോളജി ഒരു ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഉള്ള മെത്തഡോളജി ഉപയോഗിച്ചിട്ട് സയൻസ് ആയിട്ടല്ലത്, ഇതൊരു സ്യൂഡോ സയൻസ് ആണ്. അപ്പോൾ പിന്നെ അത് വരുന്നത് വെച്ചാൽ ഇത് കഴിഞ്ഞ ജന്മത്തിൽ ഏത് ജാതിയായിരുന്നു, ഏത് മതമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വംശീയമായിട്ടുള്ളയും വർഗീയമായിട്ടുള്ളയും ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾക്കൊക്കെ അതിൻ്റെ ഉള്ളൊരു റിസർച്ച് ബേസ് ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഈ അധ്യാപകരുടെയും എല്ലാവരുടെയും, പ്രത്യേകിച്ച് ടീച്ചിങ് കമ്മ്യൂണിറ്റിയുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.